A recent study from the University of Kent has sparked concern about the future of the Y chromosome, crucial for male birth. Historically rich in genes, the Y chromosome has been Bismillahir Rahmanir Rahim. Dear friends, ഖിയാമത്ത് അഥവാ ഈ പ്രപഞ്ചവും അതിലെ സർവ്വ ജീവജാലങ്ങളുടെയും നിർജീവ വസ്തുക്കളുടെയും അവസാനം, ശേഷം പുനർജന്മമെന്ന മഹാപ്രതിഭാസം, ഇതിനെയാണ് യൗമുൽ ഖിയാമ എന്ന് വിളിക്കപ്പെടുന്നത്. ഈ പ്രപഞ്ചത്തിലെ സർവ്വമതസ്ഥരും നിരീശ്വരവാദികളും ഉൾപ്പെടെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സംഗതിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അന്ത്യം. എന്നാൽ ഇത് എപ്പോഴാണ് സംഭവിക്കുക? ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ്. ഈ ലോകത്തേക്ക് കടന്നു വന്ന ഓരോ പ്രവാചകന്മാരും തങ്ങളുടെ സമൂഹത്തോട് അന്ത്യനാളിനെക്കുറിച്ചുള്ള അധ്യാപനങ്ങൾ നൽകുകയും അതിൻ്റെ ഭയാനകതയെപ്പറ്റി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രവാചക പരമ്പരയുടെ അവസാന കണ്ണിയും അന്ത്യപ്രവാചകരുമാണ്. തങ്ങൾക്ക് ശേഷം ഇനി ഈ പ്രപഞ്ചത്തിൽ മറ്റൊരു നബിയുടെ കടന്നുവരവുണ്ടാവുകയില്ല. ആയതുകൊണ്ട് തന്നെ അന്ത്യദിനത്തെ സംബന്ധിക്കുന്ന ചെറുതും വലുതുമായ മുഴുവൻ അടയാളങ്ങളെപ്പറ്റിയും അവിടുന്ന് ലോകത്തെ പഠിപ്പിച്ചു തരികയും ചെയ്തു. കാരണം ആ അടയാളങ്ങൾ കണ്ട് മനസ്സിലാക്കി മനുഷ്യൻ അവൻ്റെ റബ്ബിലേക്ക് മടങ്ങാനും പാരത്രിക ലോകവും അതിലെ വിജയവുമാണ് യാഥാർത്ഥ്യമെന്നും മനസ്സിലാക്കുവാൻ വേണ്ടി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗവും അവിടുത്തെ വിയോഗവും തന്നെ ഖിയാമത്ത് നാളിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. കാരണം ഇനി ലോകത്ത് മറ്റൊരു ജനത കടന്നു വരികയില്ല. തങ്ങളുടെ ഇതേ ഉമ്മത്തിൻ്റെ മേൽ തന്നെയാണ് ഖിയാമത്ത് നടപ്പിലാവുക എന്നതിലേക്കുള്ള വ്യക്തമായ സൂചനയാണിത്. ഏവരെയും മറ്റൊരു വിഷയവുമായി ചാനലിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വൺസ് അഗെയിൻ വെൽക്കം ടു റംലെ മദീന. ഈ മുഴുവൻ അടയാളങ്ങളെയും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒന്ന് അലാമത്തു സുഗ്റ, ചെറിയ അടയാളങ്ങൾ. രണ്ട് അലാമത്തുൽ കുബ്ര, വലിയ അടയാളങ്ങൾ. ഉദാഹരണം, ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കടന്നുവരവ്, ദജ്ജാലിൻ്റെ പുറപ്പാട്, ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മടങ്ങിവരവ്, യഅ്ജൂജ് മഅ്ജൂജ് പുറപ്പെടൽ, അതുപോലെ ദാബത്തുൽ അർദ് പുറപ്പെടൽ തുടങ്ങിയവ വലിയ അടയാളങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. എന്നാൽ അലാമത്തു സുഗ്റ, ചെറിയ അടയാളങ്ങൾക്കുള്ളിൽ ഒരുപാട് അടയാളങ്ങൾ പറയപ്പെട്ടിരിക്കുന്നു. അതിൽപ്പെട്ട ഒരുപാട് അടയാളങ്ങൾ സ്വഹീഹ് മുസ്ലിമിലും സ്വഹീഹ് ബുഖാരിയിലും മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടും റിവായത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത് കാണാൻ കഴിയും. ഈ പ്രശസ്തമായ ഹദീസുകളിൽ വ്യക്തമായി പറയപ്പെട്ടിരിക്കുന്നു, ഈ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് ആലിമീങ്ങളുടെ, അതായത് ശരിയായ പണ്ഡിതന്മാരുടെ വിയോഗം. സോ എവിടെയും ജഹാലത്ത് സ്പ്രെഡാകും, എവിടെയും വൃത്തികേടുകളും താന്തോന്നിത്തരങ്ങളും വ്യാപകമാവുകയും ചെയ്യും. അതിനുശേഷം പറയപ്പെട്ടിരിക്കുന്നു, പുരുഷന്മാരുടെ അംഗസംഖ്യ ഗണ്യമായ നിലയിൽ കുറയുകയും സ്ത്രീകൾ വർദ്ധിക്കുകയും ചെയ്യുക. എത്രത്തോളം എന്നാൽ ഒരു പുരുഷന് 50 സ്ത്രീകൾ എന്ന അനുപാതത്തിലേക്ക് വരെ ലോകം എത്തിച്ചേരുന്നതാണ്. ഫ്രണ്ട്സ്, മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം പ്രസ്തുത അടയാളം, അതായത് പുരുഷന്മാർ കുറയുകയും സ്ത്രീകൾ വർദ്ധിക്കുകയും ചെയ്യുക എന്നത് ലോകത്തിന്ന് പല രീതിയിലൂടെയും പുലർന്ന് കാണപ്പെടുന്നുണ്ട്. ലോകത്ത് സംഭവിച്ച 2 മഹായുദ്ധങ്ങൾ തന്നെ എടുക്കാം. 2 വേൾഡ് വാറുകളിലായി മരണപ്പെട്ടവരിൽ 50% മെയിൽ സോൾജേഴ്സ് ഉൾപ്പെടെ 75% പുരുഷന്മാരായിരുന്നു. ബിക്കോസ് വി നോ, ഒരു യുദ്ധം നടക്കുമ്പോൾ ഇരുഭാഗത്തു നിന്നും ആയിരക്കണക്കിന് പട്ടാളക്കാർ കൊല്ലപ്പെടുന്നതിൽ 80% പുരുഷന്മാർ തന്നെയാണ് കൊല്ലപ്പെടുന്നത്. അതുപോലെ തന്നെ ലോകത്ത് സംഭവിക്കുന്ന നാച്ചുറൽ ഡെത്ത്, സ്വാഭാവിക മരണങ്ങൾ, പഠനങ്ങൾ പറയുന്നു സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരുടെ മരണങ്ങളാണ് ലോകത്ത് കൂടുതലായി സംഭവിക്കുന്നത്. ഫ്രണ്ട്സ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനം ഒരു തരത്തിൽ ചിന്തിച്ചാൽ ഇത്തരത്തിലൂടെ ലോകത്ത് പുലരുന്നതായി മനസ്സിലാക്കാൻ കഴിയും. എക്സാമ്പിൾ, ഫസ്റ്റ് വേൾഡ് വാർ കണക്കുകൾ അനുസരിച്ച് 2 കോടിയോളം ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ 1 കോടിയോളം ആർമി മെൻ ആയിരുന്നു.
അതുപോലെ 1 കോടിയോളം സിവിലിയൻസ് കൊല്ലപ്പെട്ടതിൽ പകുതിയോളം പുരുഷന്മാർ തന്നെയായിരുന്നു. എന്നാൽ അത് 2ാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിയപ്പോൾ ടോട്ടൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ ഏകദേശം 8.5 കോടിയോളമായിരുന്നു. അതായത് അന്നത്തെ ലോക ജനസംഖ്യയുടെ 4%. 2.5 കോടി മിലിറ്ററി, അതിൽ അധികവും പുരുഷന്മാർ. 5.5 കോടിയോളം സിവിലിയൻസ് കൊല്ലപ്പെട്ടതിൽ അധികവും പുരുഷന്മാർ. ജർമ്മനി, ഫ്രാൻസ്, ജപ്പാൻ, റഷ്യ തുടങ്ങി ഏതൊക്കെ രാജ്യങ്ങൾ ഈ യുദ്ധങ്ങളിൽ പങ്കെടുത്തിരുന്നോ അവിടങ്ങളിലെ മെയിൽ പോപ്പുലേഷനിൽ 20% ഇടിവുണ്ടായി. സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ നിലവിലെ റഷ്യയുടെ അവസ്ഥയാകട്ടെ എല്ലാ 100 സ്ത്രീകൾക്കും 70 പുരുഷന്മാർ എന്ന അനുപാതത്തിലേക്ക് വരെ എത്തി. 1945-ൽ 2ാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ഈ ഒരു ട്രെൻഡ് വീണ്ടും ബാലൻസ് ആകാൻ തുടങ്ങി. പുരുഷന്മാരുടെ അംഗസംഖ്യ വീണ്ടും ഉയരാൻ തുടങ്ങി. എന്നാൽ പോലും ഇന്നും ലോകത്ത് ആനുപാതികമായി പുരുഷന്മാരുടെ അംഗസംഖ്യ ഫീമെയിൽ പോപ്പുലേഷനേക്കാൾ കുറഞ്ഞു വരികയാണ്. എന്നാൽ ഹദീസിൽ പരാമർശിക്കപ്പെട്ട അവസ്ഥയിൽ ഒരുപക്ഷെ കാണാൻ കഴിയുന്നുണ്ടാവില്ല. കാരണം ഇതൊരു ടെമ്പററി ഷോർട്ടേജ് ആയിരുന്നു. എന്നാൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ ഞെട്ടിക്കുന്നതാണ്. അതായത് മോഡേൺ മെഡിക്കൽ സയൻസിന്റെ പഠനങ്ങൾ കാണിക്കുന്നതെന്നാൽ മനുഷ്യനിൽ സാധാരണയിൽ 2 തരത്തിലുള്ള സെക്സ് ക്രോമസോമുകളാണ് കാണപ്പെടുന്നത്, എക്സ് ആൻഡ് വൈ. പുരുഷനിലും സ്ത്രീയിലും എക്സ് ക്രോമസോമുകൾ കാണാൻ കഴിയും. സ്ത്രീകളിൽ 2 എക്സ് ക്രോമസോമുകൾ കാണപ്പെടുമ്പോൾ പുരുഷനിൽ 1 എക്സും 1 വൈയും ക്രോമസോമുകൾ കാണപ്പെടുന്നു. ഇതാണ് ഇവരിലെ ലിംഗവ്യത്യാസത്തെയും ഹോർമോണിനെയും ഒക്കെ നിശ്ചയിക്കുന്നത്. നിലവിലെ റിസർച്ചുകൾ പറയുന്നതനുസരിച്ച് പുരുഷന്മാരിലെ വൈ ക്രോമസോമിന്റെ എണ്ണം സമയബന്ധിതമായി തുടർച്ചയായി കുറഞ്ഞു വരികയാണ്. ഇക്കാരണം കൊണ്ടുതന്നെ വരാൻ പോകുന്ന തലമുറയിൽ കൂടുതലും ജനിക്കുന്നത് പെൺകുഞ്ഞുങ്ങളായിരിക്കും. ഈ ഒരു സംഗതി ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, മറിച്ച് 100 കണക്കിന് വർഷങ്ങളായി തുടർന്നു വരികയാണ്. 2020-ൽ ഒരു പ്രസിദ്ധമായ സയൻസ് മാഗസിൻ പബ്ലിഷ് ചെയ്ത റിപ്പോർട്ട് അനുസരിച്ച് മനുഷ്യനിലെ ഏകദേശം 1000-ഓളം ഫംഗ്ഷനുകളുടെ റെസ്പോൺസിബിളായ എക്സ് ക്രോമസോം ഇന്നും സുരക്ഷിതമാണ്. എന്നാൽ വൈ ക്രോമസോംസ്, ഇതാണ് മെയിൽ ജെൻഡറിനെ ഡിസൈഡ് ചെയ്യുന്നതും അവരിലെ മുഴുവൻ ഫംഗ്ഷനുകളെ പ്രവർത്തനക്ഷമമാക്കുന്നതും. പുരുഷന്മാരിലെ മാത്രം ഏകദേശം 50-ഓളം ഫംഗ്ഷനുകളെ പെർഫോം ചെയ്യിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. ഇത് കാലചക്രത്തിൻ്റെ വേഗതയനുസരിച്ച് കുറഞ്ഞു വരികയാണ്. ഈ ഒരു പ്രക്രിയ തികച്ചും നാച്ചുറലായി തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇതിൽ മനുഷ്യനോ അവൻ്റെ പ്രവർത്തനങ്ങൾക്കോ തന്നെ യാതൊരു കൈകടത്തലുകളുമില്ല. ഒരു കൂട്ടം സയൻറ്റിസ്റ്റുകളുടെ അനുമാനമനുസരിച്ച് വൈ ക്രോമസോംസ് കൂടാതെയും പുരുഷൻ ജനിക്കൽ സാധ്യമാണ്. കാരണം ജപ്പാനിലെ സ്പിനി റാറ്റ്സ്, അതായത് എലികളിലെ ഒരു വിഭാഗം, അതിൽ നടത്തിയ പരീക്ഷണത്തിൽ തെളിഞ്ഞ കാര്യമാണ് വൈ ക്രോമസോംസ് കൂടാതെയും ഇത്തരം എലികൾ ജനിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാര്യം മനുഷ്യനിൽ പോസിബിൾ ആകുമോ എന്ന കാര്യം കേവലം അനുമാനത്തിനും താഴെയാണ്. മറ്റൊരു കാര്യം എന്തെന്നാൽ ഈ ഒരു പ്രോസസ്സ് മെഡിക്കൽ സയൻസിന്റെ അഭിപ്രായമനുസരിച്ച് ഇന്നേക്ക് ഏകദേശം 108 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ ജീവജാലങ്ങളിൽ ആരംഭിച്ച പ്രക്രിയയാണ്. ആ ഒരു ടൈമിൽ വൈ ക്രോമസോംസിന്റെ ഉള്ളിൽ 1478 ജീനുകൾ ഉണ്ടായിരുന്നതിൽ ഇന്നത് കുറഞ്ഞ് വെറും 45 വരെ മാത്രം എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. ഇതൊരു പക്ഷേ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. ഇതൊരു മെഡിക്കൽ ഫാക്ടർ മാത്രമല്ല, മറിച്ച് പുരുഷന്മാരുടെ അംഗസംഖ്യ കുറയുന്നതിന് വേറെയും പല കാരണങ്ങളുമുണ്ട്. ഉദാഹരണം, പുരുഷന്മാരാണ് കൂടുതൽ റിസ്ക്ഫുൾ വർക്കുകളിൽ ഏർപ്പെടുന്നത്. യുദ്ധങ്ങളിൽ കൂടുതൽ പങ്കെടുക്കുന്നതും കൊല ചെയ്യപ്പെടുന്നതും പുരുഷന്മാരാണ് അധികവും. പ്രത്യേകിച്ചും യൂറോപ്യൻ കൺട്രീസ്. ശിശുജന നിരക്കിൽ ഗണ്യമായ കുറവ് വരുത്താനുള്ള പരിശ്രമങ്ങൾ കാരണമായി സ്ത്രീകളിലെയും പുരുഷന്മാരിലെയും വൈ ക്രോമസോമുകളിൽ വ്യക്തമായ കുറവ് സംഭവിച്ചിരിക്കുകയാണ്. കൂടുതൽ പെൺകുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്ന രീതിയിലേക്ക് ഇവരുടെ ഫെർട്ടിലിറ്റി റേറ്റിൽ ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നാച്ചുറലായി തന്നെ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ആയുസ് നീണ്ടവരാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തെ വൃദ്ധജനങ്ങളുടെ ലിസ്റ്റ് വീക്ഷിക്കുമ്പോൾ അതിൽ ഡോമിനന്റും സ്ത്രീകൾ തന്നെയാണ് എപ്പോഴും കാണാൻ കഴിയുന്നത്. ആധുനിക മെഡിക്കൽ സയൻസ് വൈ ക്രോമസോംസിനെ 1990-കളുടെ തുടക്കത്തിലാണ് കണ്ടെത്തിയത്. അപ്പോഴേക്കും അത് അതിൻ്റെ ഏകദേശം 900 ജീനുകളെയും നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരുന്നു. വൈ ക്രോമസോംസ് എന്നത് SOX9 എന്ന ഒരു ജീനിനെ റിലീസ് ചെയ്യുന്നുണ്ട്.
അതാണ് മെയിൽ ജെൻഡറിനെ ട്രിഗർ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ചിന്തിച്ചു നോക്കൂ. മെഡിക്കൽ സയൻസ് ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് 1990കളുടെ തുടക്കത്തിൽ കണ്ടെത്തിയ ഈ ഒരു സംഗതി 1400 വർഷങ്ങൾക്കപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങളിൽ എങ്ങനെയാണ് വന്നത്? വരും ഭാവിയിൽ സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുകയും പുരുഷന്മാർ കുറയുകയും, എത്രത്തോളം എന്നാൽ 50 സ്ത്രീകൾക്ക് ഒരു പുരുഷനെന്ന അനുപാതത്തിലേക്ക് വരെ ലോകം എത്തിച്ചേരുമെന്നും അവിടെ നിന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? സുബ്ഹാനല്ലാഹ്. ഈ ഒരു ഇമ്പോർട്ടന്റ് അടയാളം അന്ത്യദിനത്തിലേക്ക് ശക്തമായൊരു വിരൽ ചൂണ്ടലാണ്. എന്നാൽ അത് ഈ വീഡിയോയിൽ ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ദുആയിൽ ഓർക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ദിസ് ഈസ് യുവർ ചാനൽ റംലെ മദീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും.